വാടക കുടിശ്ശികയിൽ കുടുങ്ങിയ മലപ്പുറത്തെ ടാക്സി ഡ്രൈവർമാരുടെ കൈപിടിക്കാൻ മുസ്ലിം ലീഗ് ഉണ്ടാവുമെന്ന് നൌഷാദ് മണിശ്ശേരി. മാതൃയാനം പദ്ധതിയിൽ ടാക്സി ഓടിയതിന്റെ വാടക കുടിശ്ശികയിൽ കുടുങ്ങിയ മലപ്പുറത്തെ ടാക്സി ഡ്രൈവർമാരുടെ കൈപിടിക്കാൻ മുസ്ലിം ലീഗ് ഉണ്ടാവുമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി നൌഷാദ് മണിശ്ശേരി. പെരുന്നാൾ ആഘോഷിക്കാൻ പ്രയാസപ്പെടുന്ന മലപ്പുറത്തെ ടാക്സി ഡ്രൈവർമാരുടെ പ്രയാസങ്ങൾ കഴിഞ്ഞ ദിവസം SS ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. മലപ്പുറത്ത് 10 മാസത്തിലധികമായി വാടക കുടിശ്ശികയുള്ള ഡ്രൈവർമാർക്ക് വേണ്ടി പാർട്ടി ഇടപെടുമെന്ന് നൌഷാദ് പറഞ്ഞു. ഗവൺമെന്റിന്റെ മാതൃയാനം പദ്ധതി അത് നമുക്കറിയാലോ, അമ്മയും കുഞ്ഞും എന്നാണ് അതിന്റെ പ്രൊജക്ടിൻ്റെ പേര്. ഗർഭിണികളായ അമ്മമാരെ ആശുപത്രിയിൽ കാണിക്കാനും തിരിച്ചു കൊണ്ടുപോകാനും പ്രസവാനന്തര അമ്മയെയും കുഞ്ഞിനെയും വീട്ടിൽ കൊണ്ടുപോകാനും ചികിത്സക്ക് കൊണ്ടുവരാനും ഒക്കെ സർക്കാർ ചെലവിൽ യാത്രാ സൗകര്യം ഏർപ്പെടുത്തുക എന്നാണ് മാതൃയാനം കൊണ്ടെന്ന് ഗവൺമെൻറ് ഉദ്ദേശിച്ചത്. പക്ഷേ അതിന് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം വിളിച്ച ടാക്സി വാഹനക്കാർക്ക് കഴിഞ്ഞ 11 മാസമായി അവർക്ക് അതിൻ്റെ വാടക കിട്ടിയിട്ടില്ല. ലക്ഷക്കണക്കിന് രൂപ മലപ്പുറത്ത് കിട്ടാനുണ്ട്. ടാക്സിക്കാരുടെ സ്ഥിതി അല്ലെങ്കിൽ നമ്മൾക്കറിയാം, പഴയതുപോലെ ടാക്സി വാഹനങ്ങൾക്ക് അങ്ങനെ ട്രിപ്പുള്ള കാലമല്ല. അവർ ഈ പെരുന്നാളിനൊക്കെ വേണ്ടി വേറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുമ്പോൾ സാങ്കേതികത്വം പറഞ്ഞ് അവരെ മടക്കി അയക്കുന്ന സ്ഥിതിയാണുള്ളത്. ഇത് വളരെ ദയനീയമാണ്. അവരുടെ കാര്യം വളരെ കഷ്ടമാണ്. അവർ ഇന്ധനത്തിൻ്റെ പൈസ കൊടുക്കാനുണ്ട്, ഡ്രൈവർമാരുടെ കൂലി കൊടുക്കാനുണ്ട്, പലതുമുണ്ട്. അപ്പോൾ ഈ ലക്ഷക്കണക്കിന് രൂപ 11 മാസമായി പിടിച്ചു വച്ചിരിക്കുകയാണ്. അതിൻ്റെ സാങ്കേതികത്വം മറികടന്ന് ഇവർക്കത് വാങ്ങിക്കൊടുക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും തദ്ദേശ സ്ഥാപന പ്രതിനിധികളൊക്കെ തയ്യാറാവണം. മുസ്ലിം ലീഗ് പാർട്ടി ഈ വിഷയത്തിൽ സജീവമായി ഇടപെടുകയും ഇവർക്ക് അർഹമായ അവരുടെ ഈ കൃത്യമായി കിട്ടേണ്ട ആനുകൂല്യം വാങ്ങിക്കൊടുക്കാൻ മുസ്ലിം ലീഗ് പാർട്ടി അവരുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യും. അവഗണനയുടെ ഭാരം പേറുന്ന ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ ആര് കൂടെ നിൽക്കുന്നുവോ അവരെ സ്വാഗതം ചെയ്യുമെന്ന് കുന്നുമ്മൽ ടൗണിലെ ടാക്സി ഡ്രൈവറായ സലീം പറമ്പനും കോട്ടപ്പടിയിലെ സലീം മേൽമുറിയും പറഞ്ഞു. നന്ദന ബാബു, SS ന്യൂസ്, മലപ്പുറം.